നമസ്കാരം. ഒരു നാടിന്റെ മൊത്തം കണ്ണീരായി മാറിയ അരുംകൊലയാണ് പെരിയമ്പലത്ത് വർഷങ്ങൾക്ക് മുൻപ് നടന്നത്. യുവമോർച്ച നേതാവ് മണികണ്ഠന്റെ വേർപാടിന്റെ വേദന ഇന്നും വിട്ടുമാറിയിട്ടില്ല. 20 വർഷങ്ങൾക്കിപ്പുറവും മണികണ്ഠൻ ഒരു നൊമ്പരമായി പെരിയമ്പലക്കാരുടെ മനസ്സിൽ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തയാണ് വരുന്നത്. തൃശൂർ ഗുരുവായൂരിലെ യുവമോർച്ച നേതാവ് പെരിയമ്പലം മണികണ്ഠൻ കൊലപാതക കേസിലെ 2ാം പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ചാവക്കാട് പുതിയങ്ങാടി സ്വദേശി പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ നസറുള്ളയെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 20 വർഷങ്ങൾക്ക് ശേഷമാണ് 2ാം പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്ന് ഓർക്കണം. സംഭവ സമയത്ത് പ്രതി NDF പ്രവർത്തകനായിരുന്നു. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ NIA ചോദ്യം ചെയ്യുകയാണ്. കേസിൽ പ്രതിയായ നസറുള്ള വിചാരണ നടക്കുന്നതിനിടെയാണ് ഒളിവിൽ പോയത്. യൂത്ത് കോൺഗ്രസ് നേതാവായ പുന്ന നൌഷാദിനെ കൊലപ്പെടുത്തിയ കേസിലെ 12ാം പ്രതിയുമാണ് നസറുള്ള. 2004 ജൂൺ 12-നാണ് മണികണ്ഠനെ കൊലപ്പെടുത്തിയത്. വർഷങ്ങൾക്കു ശേഷമാണ് ഇയാൾ പിടിയിലാവുന്നതും. പെരിയമ്പലം യത്തീംഖാന റോഡിന് സമീപം സുഹൃത്തുമായി സംസാരിച്ചു നിൽക്കവേ മോട്ടോർ സൈക്കിളിലെത്തിയ 1ാം പ്രതിയും 2ാം പ്രതി നസറുള്ളയും ചേർന്ന് മണികണ്ഠനെ കത്തികൊണ്ട് കുത്തുകയും വാളുകൊണ്ട് വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. കൂടെയുണ്ടായിരുന്ന 1ാം സാക്ഷി പ്രസാദ് തടയാൻ ശ്രമിച്ചപ്പോൾ പ്രതികൾ വാൾ വീശി ഭീഷണിപ്പെടുത്തി ഓടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് മണികണ്ഠനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മണികണ്ഠൻ കൊലക്കേസിൽ 1ാം പ്രതിയായ ഖലീലിനെ ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചിരുന്നു.